നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീകൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരു ദിവസവും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം അല്ലേ. ഇന്നലെ ചോദിച്ച ചോദ്യം ഗുരുവായൂർ ഉത്സവം എന്നാണ് തുടങ്ങുന്നത് എന്നും എത്ര ദിവസമുണ്ട് എന്നുള്ളതായിരുന്നു കേട്ടോ. കുംഭമാസത്തിലെ പൂയം നക്ഷത്രം രാത്രിയിലേക്ക് വരാൻ പാകത്തിന് അന്നാണ് കൊടിയേറ്റം വരുന്നത്. രാത്രിയിലാണ് കൊടിയേറ്റം ഉള്ളത്. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക്, അന്നത്തെ ദിവസം രാവിലെ ആനയില്ലാ ശിവേലി തുടങ്ങും. ഉച്ചയ്ക്ക് ആന ഓടി വരുന്നതായിട്ടുള്ള ആ ചടങ്ങ് ആനയോട്ടം. രാത്രിയിൽ കൊടിയേറ്റം. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഗുരുവായൂരത്തെ ഉത്സവം. ഒരുപാട് പേര് ശരിയുത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 10ാമത്തെ ദിവസത്തെ ആറാട്ടോട് കൂടിയിട്ടാണ് ഉത്സവ സമാപനം. ഉത്സവത്തിനെ കുറിച്ച് വിശദമായി വീഡിയോ ചെയ്യുമോ ഇന്നത്തെ ഒരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള നാളുകളിൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏകാദശിയാണ് ഇനി വരാൻ പോകുന്ന ഉത്സവം എന്ന് പറയുന്നത്. ഏകാദശിയാണ്. അപ്പോൾ ഏകാദശിയെ കുറിച്ചിട്ടായിരിക്കും കൂടുതലും അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഏകാദശിയെക്കുറിച്ച് വിശദീകരിക്കാം, ഉത്സവത്തിനെ കുറിച്ചും വിശദീകരിക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ നമുക്ക്. പ്രിയ മധു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കുചേലവൃത്തം ശ്ലോകം പറഞ്ഞു തരുമോ, എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന്. ഞാൻ ഇന്നലെ കുചേലവൃത്തം ചൊല്ലി നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. കുചേലവൃത്തം ഞാൻ പറഞ്ഞത് നാരായണീയത്തിലെ 87ാമത്തെ ദശകം കുചേലവൃത്തമാണ്. അതേമാതിരി തന്നെ ഭാഗവതത്തിലും ഉണ്ട് പൃഥുഗോപാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പറഞ്ഞിരുന്നു. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലി നമസ്കരിക്കാം കേട്ടോ. ഇന്നത് എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നാരായണീയത്തിലെ 87ാമത്തെ ദശകമാണ് കേട്ടോ. അത് ഒരു ദശകം 10 ശ്ലോകങ്ങളുണ്ട്, ഒറ്റ ശ്ലോകമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി നോക്കൂ. അടുത്തതായിട്ട് ശൈല എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. 6 നേരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടപതി പാടുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓരോ നേരവും ഓരോ അഷ്ടപതിയാണോ പാടുക, അതോ എല്ലാ നേരവും ഒരേ അഷ്ടപതിയാണോ പാടുക? അല്ല കേട്ടോ, എല്ലാ നേരം ഒരേ അഷ്ടപതി അല്ല പാടുക. ഓരോ നേരം ഓരോ അഷ്ടപതിയാണ്. ഓരോ അഷ്ടപതി കലാകാരന്മാരുമാണ് കേട്ടോ. അതായത് ഒരേ ആൾ തന്നെയായിരിക്കില്ലേ, ഒരു നേരം പാടിയ അതേ ആൾ തന്നെയല്ലേ അടുത്ത നേരം ഉള്ളത്. അതിന് നിയോഗിക്കപ്പെട്ട 2ഓ 3ഓ പേരുണ്ട്. അവരെ മാറി മാറിയിട്ടാണ് കേട്ടോ അവരുടെ ഡ്യൂട്ടി വരുന്നതും. അതേപോലെ തന്നെ അവർ ചൊല്ലുന്നതും വേറെ വേറെ അഷ്ടപതി പദങ്ങളാണ്. അടുത്തതായിട്ട് ബീന നളൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗവാന് ആരതി ഒഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ കൃഷ്ണവിഗ്രഹങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ നാം എല്ലാ ഉണ്ണിക്കണ്ണന്മാർക്കും ആരതി എടുക്കണമല്ലോ. അല്ലെങ്കിൽ വല്ല ദോഷവും ഉണ്ടോ? ഒരു ദോഷവും ഇല്ല കേട്ടോ. നമുക്ക് കുറേ ഉണ്ണികൃഷ്ണന്മാരുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടാവില്ലേ അതിൽ, ആ ഉണ്ണികൃഷ്ണൻ ആരതി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ദോഷമൊന്നുമില്ല അതിൽ. എൻ്റെ പൂജാമുറിയിൽ ഞാനായിട്ട് വാങ്ങിയ ഒറ്റ കൃഷ്ണവിഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിറയെ കൃഷ്ണവിഗ്രഹമാണ്. പക്ഷെ അതിൽ എനിക്കിഷ്ടമുള്ളൊരു കൃഷ്ണവിഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൃഷ്ണവിനെ നോക്കിയിട്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് അല്ലേ. അതേമാതിരി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉണ്ണികൃഷ്ണൻ അതിലുണ്ടാവില്ലേ, ആ ഉണ്ണികൃഷ്ണനോട് സംസാരിക്കാറുണ്ടാവില്ലേ, ആ ഉണ്ണികൃഷ്ണനെ ആരതി എടുത്താൽ മതി. അതുകൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അശ്വതി എല്ലാ ദിവസവും 9ാമത്തെ ദിവസം പള്ളിവേട്ട, 10ാമത്തെ ദിവസം ആറാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, അടുത്തതായിട്ട് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ശ്ലോകമാണ് കേട്ടോ. ആ ശ്ലോകം ഞാൻ ചൊല്ലാം. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധാവ് ചരണയുഗം. ഈ ശ്ലോകം ഇങ്ങനെ തന്നെയാണോ എന്ന്. രണ്ടും 2 ശ്ലോകങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്നുള്ളത് വരെയും, പിന്നെ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം എന്നൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് കേട്ടോ. അത് ശരിയാണ്, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അത് സാധാരണ നമ്മൾ ഈ
ഏതെങ്കിലും നാരായണീയ സമ്പൂർണ്ണ പാരായണോ അല്ലെങ്കിൽ ഭാഗവത പാരായണത്തിൻ്റെയൊക്കെ അവസാനങ്ങളിൽ ആരതി എടുക്കുന്ന സമയത്ത് ചൊല്ലാറുള്ളതാണ് അല്ലെ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം എന്നൊക്കെ ചൊല്ലാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. അടുത്തതായിട്ട് രമേശ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണം എന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമുക്ക് നിലവിൽ 4 വാട്സപ്പ് ഗ്രൂപ്പുകളാണുള്ളത്. ഇടയ്ക്ക് ഞാൻ കുറേ കാലം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് എന്താ പറയുക, ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ ഗ്രൂപ്പിൽ നിന്ന് ആൾ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 4 ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. 4 ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം കേട്ടോ. ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്താൽ മതി. ഒന്നിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് 2ലും 3ലും 4ലും ഒക്കെ വരിക കേട്ടോ. അടുത്തതായിട്ട് പേരറിയാത്തൊരു ഭക്തനോർ ഭക്ത കുളിച്ചു തൊഴുന്നതിനെ കുറിച്ച് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുളിച്ചു തൊഴുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ രുദ്രതീർത്ഥകുളം എന്നറിയപ്പെടുന്ന ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിക്കുന്നത്, അത് മുങ്ങിക്കുളിച്ച് ഈറനോടെ തൊഴുന്നതിനെയാണ് കുളിച്ചു തൊഴുക എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ തിരക്കേറിയ ദിവസങ്ങളാണ് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും. അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിന് ചുറ്റുമൊക്കെ എപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വിസ്തരിച്ച് കുളിക്കാനോ നമ്മുടെ വസ്ത്രങ്ങൾ മാറാനോ ഉണക്കിയെടുക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. നേരെ പോയി മുങ്ങി ഈറനോടെ ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴുക, അതിനെയാണ് ആ ഒരു കുളിച്ചു തൊഴുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈറനോടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും പിഴിയാതെ, അതായത് വെള്ളം ഒട്ടും പോകാതെ വരാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാനൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ സാരിയുടെ തുമ്പൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെക്കും, അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. വിസ്തരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അങ്ങനെ ഈറനോടെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിച്ച് നമുക്ക് തൊഴാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ലക്ഷ്മി മോഹൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സങ്കടം അകറ്റുന്ന പൊന്നു ഗുരുവായൂരപ്പൻ എന്നാണ് എൻ്റെ സങ്കടം മാറ്റുന്നത്? ഭഗവാൻ കേൾക്കുന്നില്ലല്ലോ. പറയുന്ന ഓരോ കല്യാണവും നോ പറയുമ്പോൾ ഞാൻ തളരുകയാണ്. ഞാൻ നാമം ജപിക്കാൻ പോലും പറ്റാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകൻ്റെ വിവാഹം നടക്കാത്തതിലുള്ള ഒരമ്മയുടെ വിഷമം, മകൻ്റെ വിവാഹം നടക്കാത്തതിൽ മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ലക്ഷ്മി ചേച്ചിയുടെ പരാതിയും വിഷമവും. ഒട്ടും വിഷമിക്കേണ്ട. ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ദ ബെസ്റ്റ് എപ്പോഴും ആവുള്ളൂ കേട്ടോ. ഏറ്റവും നല്ലത് മാത്രമേ ഭഗവാൻ നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് കാത്തിരിക്കൂ, നല്ലൊരു മകളെ മരുമകളായി കിട്ടാൻ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത് എന്ന് വിചാരിക്കൂ. മകൻ പൂർണ്ണ സമ്മതത്തോടെ കാണിച്ചു തരുന്ന നല്ലൊരു മകൾക്കായി കാത്തിരിക്കൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് നേരെയാവട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കാം. രുക്മിണി സ്വയംവരം 78, 79 ദശകങ്ങളിലായിട്ട് നാരായണീയത്തിലുണ്ട്. എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. മകന് വേണ്ടി അമ്മ ചൊല്ലി നമസ്കരിച്ചാലും മതി കേട്ടോ. അതുകൊണ്ട് ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ല. അമ്മമാർക്ക് കുറച്ച് ചൂടാവൽ കുറച്ച് കൂടുതലാണല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, ഉള്ളു ചുട്ട് വിളിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഇത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീയത്തിലെ 78, 79 ദശകങ്ങൾ ചൊല്ലി നമസ്കരിച്ചോളൂ. എത്രയും പെട്ടെന്നൊരു മംഗളകാര്യം ഗൃഹത്തിൽ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിൻ്റെ താഴെ തന്നെ ലീന രാജി എന്ന ഒരു ഭക്ത ആശ്വസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് നേരെയാവട്ടെ, ഭഗവാൻ നേരെയാക്കി തരട്ടെ എന്ന്. അതും ഒരു നല്ല കാര്യം അല്ലേ. ഇത് ഒരു കൂട്ടായ്മയാണ് എന്ന് കാണിക്കുന്നതാണ് അല്ലേ. ഒരാൾക്കൊരു സങ്കടം വരുമ്പോൾ എല്ലാവരും ചുറ്റും കൂടെ നിന്ന് പറയാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ലീന രാജി എന്ന ഭക്തയുടെ ചോദ്യം സഹിതം ഞാൻ ലാസ്റ്റ് ഇയർ ആദ്യമായി ഗുരുവായൂർ അമ്പലത്തിൽ വന്നു. ബട്ട് ഗണപതി, ഭഗവതി അമ്മ, അയ്യപ്പൻ ആരെയും കണ്ടില്ല. അതെവിടെയായിട്ടാണ് എന്ന്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് അറിയോ? നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുന്ന പല ആളുകൾക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. കുറേ നേരം നമ്മൾ ക്യൂ സംവിധാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാവകാശം ഓരോന്നും കാണാനും അല്ലെങ്കിൽ ഓരോ നടയിൽ ചെന്ന് തൊഴാനും ഒക്കെയുള്ള ആ ഒരു എനർജി പോവും. ആദ്യം തന്നെ നമ്മൾ കുറേ നേരം വരിയിൽ നിൽക്കുകയല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം പടിഞ്ഞാറേ ഗോപുരം വഴിയോ അതല്ലെങ്കിൽ ഭഗവതി കേട്ട് വഴിയോ ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചതിന് ശേഷം കൊടിമരത്തിൻ്റെ ചോട നിന്നൊന്ന് തൊഴുതോ ഒരു പ്രദക്ഷിണം വെച്ച് അയ്യപ്പനെ തൊഴുത്
വീണ്ടും ആ പ്രദക്ഷിണത്തിൻ്റെ ആ ഒരു അവസാന ഭാഗമാകുമ്പോഴേക്കും കിഴക്ക് ഭാഗത്തെത്തുന്നതിന് മുൻപായിട്ട് ഭഗവതി അമ്മയെ കാണാൻ സാധിക്കും. എടത്തരികത്തുകാവിൽ അമ്മയെ തൊഴാം. അതിനുശേഷം തുലാഭാരം ഉണ്ടെങ്കിൽ നടത്താം, ഷീട്ടാക്കലുണ്ടെങ്കിൽ ഷീട്ടാക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തെ വരിയിൽ പോയി നിന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ അവസാനം നമുക്ക് ഗുരുവായൂരപ്പനെ, നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആവേശമാണ് അല്ലേ, ആദ്യം വന്ന് നമുക്ക് ഗുരുവായൂരപ്പനെ കാണണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കി എന്തും ചിന്തിക്കുള്ളൂ. പ്രസാദോട്ടെ നമുക്ക് വിശക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അതിന് ശേഷമേ ചിന്തിക്കുള്ളൂ അല്ലേ. ഗുരുവായൂരപ്പനെ കണ്ടതിന് ശേഷമേ നമുക്ക് ചിലപ്പോൾ വിശപ്പും ദാഹവും പോലും തോന്നുള്ളൂ. നമ്മുടെ ആവേശമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ. ഉണ്ണിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മെമ്മറീസ് എപ്പോഴും ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ഞാനിപ്പോൾ ഇടയ്ക്ക് നിർമ്മാല്യവും നീലാംബരിയും പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് ഒരുമിച്ച് പോയി തൊഴാം എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരുമിച്ച് പോയി തൊഴുന്ന സമയത്ത് ഞാനിങ്ങനെ വിശദീകരിക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് കേട്ടാൽ ആ അമ്പലത്തിൽ തൊഴുത പ്രതീതി ഉണ്ടെന്ന് പല ആളുകളും പറയാറുണ്ട്. അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവർ തൊഴുതിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒട്ടും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞാലും നമ്മുടെ കയ്യിൻ്റെ വലതുവശത്തേക്ക് നോക്കൂ, ഇടതുവശത്തേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കൺഫ്യൂസ് ആവും. ശരിയാണ്, എവിടെയായിരിക്കും വലതുവശത്ത് എന്ന് പറഞ്ഞു, പക്ഷെ എവിടെയായിരിക്കും, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരില്ലേ. അത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊഴുതാൽ, അല്ലെങ്കിൽ തൊഴുത കാര്യങ്ങൾ ഓർമ്മയില്ലാതെ വന്നാലൊക്കെ ഇങ്ങനെ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ഞാൻ പറയുന്നത്. വന്ന് നേരെ നമ്മൾ ക്യൂല് കയറുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചുറ്റും നോക്കി എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്യാനാണ് വന്നത് എന്നൊന്ന് ആലോചിച്ചതിന് ശേഷം ചുറ്റമ്പലത്തിൽ കയറി തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ച് അതിന് ശേഷം നമ്മൾ വരിയിൽ നിൽക്കുകയാണെങ്കിൽ പതുക്കെ നമുക്ക് ഗുരുവായൂരപ്പനെയും കണ്ടു തൊഴാൻ സാധിക്കും. ഇനി വരുന്ന സമയത്ത് സാധിക്കട്ടെ. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗണപതി അമ്പലത്തിലെ, അതായത് ഗണപതിനെയും അയ്യപ്പനെയും ഭഗവതിനെയും കണ്ടില്ല എന്നാണ് പറയണത്. ഗണപതി ഇരിക്കുന്നത് നാലമ്പലത്തിനകത്താട്ടോ. നാലമ്പലത്തിനകത്ത് നമ്മൾ ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം പ്രദക്ഷിണമായിട്ട് ഗണപതിയെയും കൂടി തൊഴുത് അനന്തശായിയായിട്ടുള്ള വൈകുണ്ഠ നാരായണനെയൊക്കെ തൊഴുത് ഹനുമാൻ സ്വാമിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഒക്കെ തൊഴുതിട്ടാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുക. ഹനുമാൻ സ്വാമിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വൈകുണ്ഠ നാരായണനൊന്നും പ്രത്യേകം ശ്രീലകങ്ങളില്ല. പക്ഷെ അവിടുത്തെ തൂണുകളിലെ ശില്പങ്ങളാണ്. അപ്പം അതൊക്കെ നമ്മൾ കണ്ടു തൊഴുതതിന് ശേഷം പുറത്തേക്ക് കടന്നിട്ടാണ് ഭഗവതി അമ്മയെ തൊഴുക. അതിനുശേഷം പ്രദക്ഷിണം വയ്ക്കുമ്പോഴാണ് നമ്മൾ അയ്യപ്പനെ തൊഴുക. അയ്യപ്പനും ഭഗവതിക്കും വേറെ വേറെ ശ്രീലകങ്ങൾ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോളൂ, ഞാൻ പറയാം കേട്ടോ. അടുത്തതായിട്ട് ലീന രാജ്മോഹൻ്റെ തന്നെ അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, നെയ്വിളക്ക് ഷീട്ടാക്കുമ്പോൾ ഒരു ഫാമിലിയിലെ എല്ലാവർക്കും കയറാമോ അതോ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ എന്നാണ്. 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്കും 4500 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ 5 പേർക്കുമാണ് തൊഴാൻ സാധിക്കുക കേട്ടോ. മറക്കണ്ട, 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്ക്, 4500 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ 5 പേർക്കും. ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ചുറ്റമ്പലത്തിൽ നെയ്വിളക്കുകാരുടെ ക്യൂ വേറെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറച്ച് നേരത്തെ തൊഴാൻ പറ്റും, അത്രയേ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതിനുശേഷം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷൈജ സുരേന്ദ്രനാണ്. സവിത സുകൃത ഹോമത്തിന് ഷീട്ടാക്കിയിട്ടുണ്ട്. 5-ാം തീയതിയാണ് കിട്ടിയത്. എപ്പോഴാണ് എവിടെയുമാണ് ഉണ്ടാകേണ്ടത്? 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് സുകൃതഹോമം നടത്തുന്നത് ക്ഷേത്രത്തിൽ. 8-ാം തീയതി രാവിലെ 10 മണിക്ക് സാധാരണ നമ്മൾക്ക് എല്ലാ പ്രസാദങ്ങളും കിട്ടുന്ന ഷീറ്റ് കൗണ്ടറിലാണ് സുകൃതഹോമത്തിൻ്റെ പ്രസാദം കിട്ടുന്നത്. അതാത് ദിവസത്തെ പ്രസാദം അതാത് എന്ന രീതിയിലല്ല, 8-ാം തീയതിയാണ് പ്രസാദം കിട്ടുള്ളൂ കേട്ടോ. ഏത് ദിവസമാണ് ഷീട്ടാക്കിയതെങ്കിലും 8-ാം തീയതിയാണ് പ്രസാദം നൽകുന്ന ദിവസം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രസാദം കളക്ട് ചെയ്യാൻ പാകത്തിന് വന്നോളൂ. ഇനി സുകൃതഹോമം കാണണം എന്നാണെങ്കിൽ ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രാവിലെ 4:30-ക്ക് ശേഷമാണ് സുകൃതഹോമം തുടങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് എൻ്റെ ഒരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഭഗവാന്റെ അതേപോലെ വേഷവിധാനം ചെയ്ത് മോക്ഷം ലഭിച്ച ഒരു ഭക്തനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുരാണ കഥാപാത്രത്തെക്കുറിച്ചൊരു കഥയുണ്ടായിരുന്നു. അത് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതാരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആ ഒരു വേഷവിധാനം ചെയ്ത് ഭഗവാൻ മുക്തി നൽകിയത് ഏത് രാജ്യത്തെ രാജാവിനാണ് അല്ലെങ്കിൽ ഏത് കഥാപാത്രത്തിനാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞോളൂ. അപ്പോൾ ഇന്നത്തെ കഥ നോക്കാം അല്ലേ നമുക്ക്.
ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് ഇത്. ഹനുമാൻ സ്വാമി ഭഗവാനെ കാണാൻ വരുന്ന ഒരു കഥ ഞാൻ പറയാറുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ കുറിച്ച് എനിക്കത് മാത്രമേ അറിയുള്ളൂ കഥയായിട്ടെന്ന് പറയാറുണ്ട്. ഈ ഹനുമാൻ സ്വാമിയെ എന്താ പറയുക, ഭഗവാൻ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കദളി വനത്തിലിരുന്ന രാമനാമം ജപിക്കുകയായിരുന്ന ഹനുമാൻ സ്വാമിയുടെ മനസ്സിൽ ഒരല്പം പോലും അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർമ്മലമായ മനസ്സ് എന്നൊക്കെ പറയില്ലേ, അത്ര പവിത്രമായ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇത് ഭഗവാന് നന്നായിട്ട് അറിയാം. ഭഗവാൻ അറിയാലോ, ഭക്തൻ്റെ മനസ്സിൽ വരുന്ന ചെറിയ ചാഞ്ചല്യങ്ങൾ പോലും ഭഗവാൻ അറിയാലോ. അങ്ങനെ ഭഗവാൻ ഒരു ദിവസം ഗരുഡൻ വന്നിട്ട് എങ്ങനെ ഗരുഡൻ്റെ മനസ്സിൽ തോന്നുകയാണ്, മനോവേഗതയുള്ള ഞാനാണ് ലോകത്തിൽ വെച്ച് വേഗതയെ കീഴടക്കിയതിൽ ഏറ്റവും മികച്ചവൻ. എൻ്റെ അത്രയൊന്നും വേഗത വേറെ ആർക്കുമില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും മികച്ച വേഗതയുള്ളത് കൊണ്ടാണല്ലോ എന്നെ സാക്ഷാൽ ഈശ്വരൻ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ട് സ്വീകരിച്ചത് എന്ന്. അല്ലാതെ ഭഗവാൻ വാഹനമായി സ്വീകരിച്ചത് കൊണ്ട് എനിക്ക് ഇത്ര വേഗത്തിൽ പറക്കാൻ സാധിക്കുന്നു എന്നല്ല കേട്ടോ. എനിക്ക് ഇത്രയും വേഗത ഉള്ളതുകൊണ്ട് ഭഗവാൻ എന്നെ സ്വീകരിച്ചു എന്നാണ് ആ ഒരു ഗരുഡൻ്റെ ചിന്ത പോയത്, തെറ്റായ രീതിയിലുള്ള ചിന്ത പോയത്. ഇത് ഭഗവാൻ അറിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് സുദർശനത്തിന് തോന്നിയത്രേ, ഭഗവാന്റെ കയ്യിലെ ആയുധമാണ് ഞാൻ. വെറുതെ അല്ല ഭഗവാൻ എന്നെ ആയുധമാക്കി സ്വീകരിച്ചത്. എന്നോട് എതിരിട്ട് നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഒരാൾക്ക് തന്നെ എന്നെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ആ ഒരു ശക്തിയില്ല. എൻ്റെ നേരെ നോക്കിയാൽ പോലും ഞാൻ അവരെ ഭസ്മമാക്കും. അപ്പോൾ എനിക്ക് അത്രയും കഴിവുണ്ട് എന്ന് സുദർശനം വിചാരിച്ചു. ഇതേപോലെ തന്നെ ഭഗവാന്റെ ഭാര്യമാരിൽ ഏറ്റവും സുന്ദരിയാണ് സത്യഭാമ എന്ന് സത്യഭാമയ്ക്ക് ഒരു തോന്നലും ഉണ്ടായിരുന്നു. ഈ 3 തോന്നലുകളെയും ഭഗവാൻ നന്നായിട്ട് കണക്കാക്കി. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഗരുഡനായാലും സുദർശനനായാലും അതുപോലെ തന്നെ സത്യഭാമയാണെങ്കിലും. ഇവർക്ക് ഈ ഒരു അഹങ്കാര ചിന്ത ഉണ്ടല്ലോ, ഇതും കൂടി മാറിയാൽ ഇവർ എത്ര നല്ലവരായേനെ എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ അഹങ്കാരം മാറ്റാം. നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ, നീ അങ്ങനെ അഹങ്കരിക്കരുത് എന്ന് നേരിട്ട് പറയണ സ്വഭാവമല്ല കേട്ടോ. ആ അഹങ്കാരത്തിനെ ഇങ്ങനെ വേരോടെ നുള്ളിക്കളയുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദിവസം ഗരുഡനെ വിളിച്ചിട്ട് പറഞ്ഞു, കദളി വനത്തിൽ രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ എത്രയും പെട്ടെന്ന് ഞാൻ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, ഇന്ന് പോയി പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗരുഡൻ പോയ സമയത്ത് ഗരുഡൻ പോയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, അങ്ങയെ കാണാൻ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഗരുഡനോട് പറഞ്ഞു, എനിക്ക് ശ്രീരാമദേവനെയാണ് കാണേണ്ടത്, ശ്രീരാമചന്ദ്രനെയാണ് എനിക്ക് കാണേണ്ടത്, ശ്രീകൃഷ്ണനെ അല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ട സമയത്ത് ഗരുഡന് വല്ലാത്തൊരു മടുപ്പ് തോന്നി. എന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന്. ഗരുഡൻ നേരെ തിരിച്ചു വന്ന് ഇവിടെ വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ? എങ്കിൽ പറയൂ, ശ്രീരാമചന്ദ്രൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. സീതാദേവിയോടൊപ്പം കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗരുഡൻ ഇത് പറയാൻ പോയ സമയം രുക്മിണിയും സത്യഭാമയും കൂടെ ഉണ്ടായിരുന്നു. ആ സമയം പറഞ്ഞു, ആരാണ് എൻ്റെ കൂടെ സീതയായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു ഭഗവാൻ. ഇത് കേട്ടതും സത്യഭാമ, ഞാൻ സീതയാവാം എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാനായിട്ട് അകത്തേക്ക് പോയിട്ടോ. ആ സമയം പെട്ടെന്ന് വേണം, ഇപ്പം വരും ഹനുമാൻ സ്വാമി. അതിനു മുൻപായിട്ട് ഭഗവാൻ പറഞ്ഞു സുദർശനനോട്, മറ്റാരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല, പോയിട്ട് കാവൽക്കാരനായി അവിടെ കവാടത്തിൽ നിൽക്കൂ, ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട. കാരണം ശ്രീരാമചന്ദ്രനാവാനൊക്കെ കുറച്ച് സമയം വേണമല്ലോ, അപ്പോൾ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സുദർശനൻ ഈ കഥയൊന്നും അറിഞ്ഞിട്ടില്ല. ഹനുമാൻ സ്വാമിയോട് പോയി വരാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ ആ വേഷവിധാനത്തിനായിട്ട് പോയതാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ ആ ഒരു പ്രഭാവം കണ്ട് എന്നെ കാവലായി നിർത്തി എന്നാണ് സുദർശനം വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സുദർശനം അവിടെ പോയി നിന്നു ആ കാവലായിട്ട്. ആ സമയത്തുണ്ട് ഹനുമാൻ സ്വാമി വേഗം വരുന്നു. വന്ന സമയത്ത് എൻ്റെ കൂടെ സീത വേണം എന്ന് ഭഗവാൻ പറഞ്ഞതും രുക്മിണി കണ്ണടച്ചുകൊണ്ട് ഞാൻ സീതാദേവിയാണ് എന്ന് മനസ്സാൽ സങ്കല്പിച്ചതും സീതയുടെ ഭാവത്തിലായിത്രേ. അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാനും നിന്നു. അങ്ങനെ രാമനും സീതയും സീതാരാമന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി അവിടെ എഴുന്നള്ളിയ സമയത്ത് ഹനുമാനെ എന്താ പറയുക കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു,
എങ്ങനെയുണ്ട് ഈ ദ്വാരക എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ ദ്വാരക എനിക്ക് എന്താ പറയുക, ആ അയോധ്യയിൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ ശ്രീരാമചന്ദ്രനെ കണ്ടിരുന്നത് അതേപോലെ തന്നെ ഇന്ന് ദ്വാരകയിൽ എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നമസ്കരിച്ചു കേട്ടോ. ആ സമയത്ത് ചോദിച്ചു, അങ്ങേക്ക് ഇങ്ങോട്ട് വരാൻ വല്ല പ്രയാസവും ഉണ്ടായിരുന്നു, ആ കാവൽക്കാർ തടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ, വരുന്ന വഴിക്ക് ആ കവാടത്തിലായിട്ട് ഒരു ചക്രം എന്നെ തടയാൻ ശ്രമിച്ചു, പക്ഷെ യുദ്ധം ചെയ്യാൻ നിന്നാൽ അങ്ങയെ കാണാൻ വൈകുമല്ലോ എന്ന് കരുതി ഞാൻ ആ ചക്രത്തെ വിഴുങ്ങി എന്നാണ് ഹനുമാൻ പറഞ്ഞത് കേട്ടോ. ഒരു നിമിഷം കൊണ്ട് ഞാൻ വിഴുങ്ങി, എന്നിട്ട് എൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിലേക്ക് ഞാൻ ഓടിയെത്തിയതായിരുന്നു എന്ന്. ആ സമയത്ത് രുക്മിണിയും ഭഗവാനും കൂടി ആ ഒരു ശ്രീരാമനും സീതയുമായി നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരുങ്ങിക്കൊണ്ട് വരുന്നു സത്യഭാമ. അപ്പോൾ ഹനുമാൻ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് ദാസിയാണ് എന്ന് കരുതിയിത്രേ ഈ സത്യഭാമയെ കണ്ടപ്പോൾ. കേവലം ഒരു ദാസിയാണ് എന്ന് കരുതി. എന്നാൽ അനേക വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് സത്യഭാമ വന്നതെങ്കിലും എൻ്റെ സീതാദേവിയോളം ഇവരൊന്നും പോരാ എന്നാണ് അത്ര ഹനുമാൻ സ്വാമിക്ക് തോന്നിയത്. സീത അമ്മയെ പോലെ അല്ല എന്നാണ് തോന്നിയത്. സീത അമ്മയെ പോലെ അപ്പം ആരെയാ തോന്നിയത്? ഞാൻ സീതയാണ് എന്ന് മനസ്സാൽ മാത്രം വിചാരിച്ച് അത്രയും നിർമ്മലമായ മനസ്സോടു കൂടിയിട്ട് ഭഗവാന്റെ ആ ഒരു അടുത്തുള്ള സ്ഥാനത്ത് ഉപവിഷ്ടയായിരിക്കുന്ന രുക്മിണിയെയാണ് കണ്ടപ്പോൾ സീതാദേവിയായി തോന്നിയത്. ഇതോടെ മനസ്സിലായി ഇത്ര സത്യഭാമയ്ക്ക് ആഭരണങ്ങളിലോ ഒരുങ്ങുന്നതിലോ ഒന്നുമല്ല കാര്യം മനസ്സിൽ തന്നെയാണ് കാര്യം. മനസ്സാണ് ഏറ്റവും ഭഗവാൻ നോക്കുന്നത് എന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായി. എന്നാൽ എൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമസ്കരിക്കലും കഴിഞ്ഞ് ഹനുമാനെ വേണ്ട വിധം ഉപചാരങ്ങളോടെ സ്വീകരിച്ച് തിരിച്ചു പറഞ്ഞയച്ചപ്പോഴാണത്രേ ആ ഗരുഡൻ വന്നിട്ട് പറയുന്നത്, ഹനുമാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഹനുമാൻ വരലും തൊഴലും പോകലും കഴിഞ്ഞല്ലോ എന്നാണ് അത്രേ അപ്പം ആ ഒരു ഭഗവാന്റെ ആ ഒരു മറുപടി ഉണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോഴാണ് മനോവേഗത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ഇവിടെ ഉണ്ട് മറ്റ് പല ഭക്തന്മാർക്കും എന്ന് മനസ്സിലായത് ഗരുഡന്. അതോടെ ഗരുഡന്റെ അഹങ്കാരം തീർന്നു. തിരിച്ചു പോകുന്ന ഹനുമാൻ സ്വാമി പ്രവേശന കവാടത്തിന്റെ അവിടെ എത്തിയപ്പോൾ ആ വിഴുങ്ങിയ സുദർശനത്തിനെ അവിടെ തന്നെ സ്ഥാനം ഉറപ്പിച്ച് തിരിച്ചു പോയത്രേ. അപ്പോഴാണ് സുദർശനനും മനസ്സിലായത്, ഞാൻ ഭഗവാന്റെ കയ്യിലിരിക്കുമ്പോഴാണ് ശക്തിയേറിയ സുദർശനമാകുന്നത്, അതല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ മുമ്പിൽ എനിക്കിപ്പോഴും പ്രഭാവമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, തെല്ലും അഹങ്കാരമില്ലാതെ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ സാധിക്കുന്നത് അവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കും എപ്പോഴും. എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നിയാലും ഒന്നും നമ്മളെ ബാധിക്കാതെ ചേർത്ത് പിടിച്ച് കൂടെ ഉണ്ടാവും അഹങ്കാരമില്ലാത്ത മനസ്സുള്ള ഒരു ഭക്തന്റെ കൂടെ ഭഗവാൻ. അവനെ ഒരിക്കലും തോൽക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ലോകത്തിന്റെ മുമ്പിൽ വിജയിപ്പിക്കാൻ എന്റെയാണ് ഇവൾ എന്റെയാണ് എന്ന് കാണിക്കാൻ ഭഗവാന് എപ്പോഴും ഒരു തിടുക്കം ഉണ്ടായിരിക്കും എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓരോരുത്തർക്കും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി.